പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ 8ാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന കർത്താവിനെ ആരാധിപ്പാനെല്ലാം ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വരെ കർത്താവിനെ ആരാധിച്ചു, ദൈവസന്നിധി പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവശബ്ദം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെയും വളരെ ഒരുക്കത്തോടെയും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുക. നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവവചനത്തിന്റെ കേൾവിക്കായി നമ്മുടെ കാതുകളെ തുറക്കുക, ഹൃദയങ്ങളെ തുറക്കുക. ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ ആത്മമനുഷ്യനെ ഒരുക്കുക. ആമേൻ, ഹല്ലേലൂയ. ഈ 7 ദിവസവും കർത്താവ് വ്യത്യസ്തമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 8ാമത്തെ ഈ രാത്രി ദൈവം അതിലും വ്യത്യസ്തമായി നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഈ 8ാമത്തെ ദിവസം വരുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഈ 8ാമനായിരുന്നു തോമസ്. ആമേൻ. ഈ തോമസിന് വേണ്ടി 8ാമനായി എഴുതപ്പെട്ട ആ തോമസിന് വേണ്ടി യേശു കർത്താവ് 8ാം നാളിൽ വെളിപ്പെട്ടു. ആമേൻ. 8ാം നാളിൽ ഒരുവനെ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഒരൊറ്റ വ്യക്തിയെ, അവന്റെ അകത്തുള്ള അവിശ്വാസത്തെ നീക്കം ചെയ്ത് ആ ദൈവീക പർപ്പസിലേക്കും ദൈവീക നിയോഗത്തിലേക്കും തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി യേശു കർത്താവ് ഒരുവന് വേണ്ടി ഇറങ്ങി വന്ന സമയമാണ് 8ാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒന്നും കൂടെ പറഞ്ഞാൽ, യേശു കർത്താവ് 1 മുതൽ 7 ദിവസങ്ങൾ ആമേൻ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നടത്തി. 7ാം ദിവസം കർത്താവ് എല്ലാത്തിലും സ്വസ്ഥതനായി. എന്നാൽ 8ാമത്തെ ദിവസം ഈ സൃഷ്ടിപ്പുകളൊക്കെ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്നൊരു കാര്യം പറയാം. ഇന്ന് ചിലത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലൈഫിനകത്ത് ചിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. റംധര മഷിഖേരിയ പ്രപദന. ഒന്നായിരിക്കുന്ന ഇടങ്ങളിൽ അന്യഭാഷകൾ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? വളരെ അധികം ദൈവ സാന്നിധ്യത്തിൽ ഈ മീറ്റിംഗ് മൂവ് ആകേണ്ടതിന് അവനായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും അന്യഭാഷകളെ റാബോ ഖാസ പ്രബാലി ഖോറോഷിയാനമ അല്ലാമ ഹസിയാല ബറാക്കറ്റോറിയാൻ ദലബാല ഏബ്രാദോഷ്മേനിയ പ്രപദല ഘടകതര. എനിക്ക് നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. 1-2 പേരെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എങ്കിലും ആമേൻ, ദൈവാത്മാവ് നൽകിയ ദൈവശബ്ദത്തെ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യണം. ആമേൻ. അതോട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. എല്ലാം സെക്കേരിയാന്തര. ഒരു നിമിഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ഒന്ന് അന്യഭാഷകൾ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ലമാറഹതുരമനഗസിയാം പ്രബതലഘടകദന ലേംബ്രബാനഗതുരിബിരിയാം പ്രബൽകമനഘടക ചുരിബിരിയാം പ്രബാലഘടകജനം വൈഡമനഗസിയാം ദൽകമനഘടകജനം അംധുരാ ലബരഗസ്യാം പ്രബദല ഘടകധന അംദൽ കമനഗധന. ഭൂമി, ആമേൻ, വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. ആമേൻ, ആമേൻ. ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു. ആ വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുമ്പോൾ ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഹോളി സ്പിരിറ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ഭൂമി വെള്ളം കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ. വെള്ളം കൊണ്ട് നിറയുകയാണ്. എന്നാൽ അതിന്റെ മുകളിൽ സഞ്ചരിക്കുന്നത് ആമേൻ ദൈവ നിയോഗപ്രകാരമുള്ള ഒരു 8 പേരാണ്. 8 പേര്. യെസ് യെസ് യെസ്. എന്തോ ഇന്ന് ചിലത് ദൈവം തുറക്കുകയാണ്. റംധോറിയാം പ്രബദല ഹത്തൽ കമാനിയാം പ്രബദല ഘടകജന അലംധോറിയാം പ്രബാലകക്ഷമനകസിയാം ദൽ കമന. ഈ 8ാമത്തെ ദിവസവുമായി ബന്ധപ്പെട്ട ചില സെറ്റിൽമെന്റുകൾ ഉണ്ടാകാൻ പോകുന്നു. റാബാഖസിയാം ഈ 8ാം ദിവസവുമായി ബന്ധപ്പെട്ട ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്. ഉളവായി വരികയാണ്. റാം തൽ കമനകഥന. ഈ 8ാമത്തെ ദിവസവുമായി ബന്ധപ്പെട്ട
ഓ റിയാംദൽ കമന. ചിലർ ചിലതിന്റെ മുകളിൽ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. റാബക സിയാംദൽ കമന അംദർ കമന ഘടകഥന. അത് നിന്നെ തൊടത്തില്ല, അത് നിന്നെ തൊടത്തില്ല, അത് നിന്നെ ബാധിക്കത്തില്ല. ആമേൻ ആമേൻ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കൊക്കെ ബാധിച്ചെന്നിരിക്കാം, പക്ഷെ നിന്നെ ബാധിക്കാതെ വണ്ണം ഈ 8ാമത്തെ ദിവസം ഓ റിഖബ സന്ദര വൈഡബ റംധോ റുബുക്ഷിയ പ്രവദന വൈഡബാലക തുരിബിരിബിരിയാം പ്രവന്തന ജുനബന ഘടകധന. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചന്ദര ലീബക റബക ബറഹ ദുരിബിരിയ പ്രവദന ജുനദല ഘടകധന റീഖാലമർത്തുനി മനദല ഘടക ശംദൽ കമന ഘടകജന റിബൽ കമന ഘടകധന ദിരിബിരിയ പ്രബന്ധല ജുനബല ഘടകധന അറഖോ റബക്ഷമല ഘടകധന റീഗദോന ഹസ്യാം പ്രബദല ഓ റിയാ ഥേരി അംദൽ കമനദല ഘടക അംദൽ കമന ഘടക ജുരിദിരിബിരിയാം പ്രബൽ കമന ഘടകജന റാംധേരി അംദൽ കമന. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ജൂലിയുമായി ബന്ധപ്പെട്ട്. ദൈവത്തിന്റെ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ് ജൂലിയുമായി ബന്ധപ്പെട്ട. ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ജൂലിയുമായി ബന്ധപ്പെട്ട് ജൂലിയുമായി ബന്ധപ്പെട്ട റാഥാനാമ ഷേഖാനാമ ലേബ്ര ഗദൂരമ സിയാം പ്രബദല ഹദൂര ജനതല ഘടകധന റംധോറിയാം പ്രബദല ഘടകജനം തിരിബിരി ബിരിവിൽ ഖമാരഭക്ഷമന ഘടകധന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റൂഖാബ ഹത്തര വൈഡമ നഹത്ത ലഹീദാഷ്മാന അടമന ഹദൂര ഘടക ജുനിദിരിബിരി അംപ്രമന ഘടകജനം ലേംപ്രമാന ഗസ്ബേരി അംപ്രബത്താനി അംപ്രബൽ ഘടകജനം ദിൽ ഖമന ഘടകജനം. ഹാലേലൂയ ഹാലേലൂയ. പിന്നെ സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോടെ ഞാൻ ഒന്ന് വീണ്ടും ഒന്ന് കയറിക്കോട്ടെ. ഷേഖേ ശബരബല ബരിഗമന രീപാരമന ശരതേരേകി ദീപാരമന ശിഗമന ഉദമന ഉദര രീപമ പ്രബര ശമന റിബല റിബല റിഗമന ഉദമന ഹംദുര രീഖമ ശബരബല ബബ 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 പ്രബര റുമന ശിഗമന ഉദമന ഹംദുര രീഖമ പ്രബര ബല ബരിബല ബശിഗമന റിഗമന ഉദമന പ്രബര ബല ബറി ബബ ശബര രമന റിഗമ ഉദമന ഹംദുര രീഖ ബബ ബബ ശബര തേരേകി ഇതിനകത്ത് 7ാം മാസവുമായി ബന്ധപ്പെട്ട് ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ബർത്ത്ഡേ, ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട് ബർത്ത്ഡേ 7ാം മാസം ലേഡിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് പാസ്റ്ററെ. ആരാത്? ജെസി ഷൈജു. ഓ റിഖബന ബഥിബിനിയാന്തൽ കബന ലേംപ്രബനഗസിയാന്തൽ കബന റംധൂർ റിബൈഖാനിയാം പ്രബദന. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചില മേഖലകൾക്കകത്ത് ചില ഓപ്പണിങ്ങുകൾ നൽകാൻ പോവുകയാണ്. റാംധൂർബോഷിയാന്തൽ കമന റാംധേരിബിൽ കമന ഘടകധന വൈഡബാന കർത്തുനരക ജനതല ഘടകധന. നിങ്ങൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്? ജോലി സംബന്ധമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ശുശ്രൂഷയില്ല പാസ്റ്ററെ. ജോലിയുമായി ബന്ധപ്പെട്ട് 7ാം മാസം നിൽക്കുന്ന 7ാം മാസം പ്രബദന ലേബ്ര കശഖോറിയാന്തലബ ലേബ്രമാന ഹിസ്മൗറിയാന്തൽ കമനഗജന. യേശുവിന്റെ നാമത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് 7ാം മാസത്തിൽ നിൽക്കുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു ഓപ്പണിംഗ് കൈമാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരികയാണ്. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ആത്മതലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. സ്വർഗരാജ്യം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ആഗ്രഹിക്കുന്ന ദൈവീക
ആമേൻ നിയോഗങ്ങൾ, ദൈവിക പദ്ധതികൾ, ദൈവിക ബ്ലെസ്സിങ്ങുകൾ ഞങ്ങളുടെ ലൈഫിനകത്തേക്ക് തുറന്ന് ലഭിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുകയാണ്. ദൈവീകമല്ലാത്തതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് കളയുകയാണ്. ദൈവീകമല്ലാത്തതിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ തന്നെ ദൈവീകമായത് തുറന്നു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ വേഗത്തിൽ ഒരു പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വേഗത്തിൽ ബൈബിൾ കയ്യിലുള്ളവർ ഒന്ന് എടുത്താട്ടെ, വചനം കയ്യിലുള്ളവർ വേഗത്തിൽ എടുത്താട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാമോ? അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശായോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൾ, നീ പ്രയാസമുള്ള കാര്യമാവുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട് മതി. നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. വളരെ നമ്മൾ പലപ്പോഴും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പല അഭിഷക്തന്മാരിൽ കൂടെ ദൈവശബ്ദം നാം കേട്ടിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് ഒരിക്കൽ കൂടെ ഈ ഭാഗത്തെ തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അമ്മേ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇവിടെ കാണാൻ കഴിയുന്നത് ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുമായിട്ട് ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട ഏലിയാവ് ഒടുവിൽ വന്ന് നിൽക്കുന്നത് യോർദാൻ അക്കരെയാണ്. ആമേൻ. അപ്പോ താൻ അവിടെ നിൽക്കുമ്പോൾ തന്നോടൊപ്പം ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട എലീശായും ഉണ്ട്. ആമേൻ. എന്നാൽ എലീശായും ഏലിയാവും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഏലിയാവിന് മനസ്സിലായി, ഈ സമയം, അതായത് ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയം ദൈവം എന്നെ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ആത്മാവിൽ തനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സമയം ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകേണ്ട സമയമായിരിക്കുകയാണെന്ന് തനിക്ക് മനസ്സിലായി. ആമേൻ. ആ ടൈമിലാണ് ഏലിയാവ് എലീശായോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആമേൻ. ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യമാണ്. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എലീശ പറയുന്ന ഉത്തരം ഇതാണ്, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആവശ്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ഉത്തരമാണ്, ഏലിയാവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ആമേൻ. ഇതാണ് അവിടുത്തെ സാഹചര്യം. എന്നാൽ ഇതിന് തൊട്ടു മുന്നമേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ആമേൻ. ഏലിയാവ് എന്ന് പറയുന്ന ആത്മമനുഷ്യൻ, ദൈവം തന്നോട് പറഞ്ഞു, തന്റെ മേൽ ദൈവത്തിന്റെ ഒരു ശബ്ദം വന്നിട്ട് ഇങ്ങനെ പറയാണ്, മോനെ ഏലിയാവേ, നീ നിംഷിയുടെ മകനായ യേഹൂവിനെയും, ആമേൻ, ഒന്ന് എടുക്കാമോ? 1 രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മഹോലയിൽ നിന്നുള്ള കാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. മതി. ആമേൻ. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഏലിയാവിനു പകരമായിട്ട് എലീശായെ അടുത്ത പ്രവാചകനായി നിയമിക്കുക എന്നുള്ളത്. ഏമേ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്?
ഏലിയാവിന്റെ നിയോഗമല്ല, ഏലിയാവിന്റെ ഉദ്ദേശമല്ല, ഏലിയാവിന്റെ പദ്ധതിയല്ല, പകരം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഏലിയാവിന് പകരം എലീശായെ പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ആമേൻ. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ പദ്ധതി ഏലിയാവിനോട് പറഞ്ഞിട്ട് പറയാ, ഏലിയാവേ നീ ഇത് ചെയ്യണം. ആമേൻ. നീയാണിത് ചെയ്യേണ്ടത്, അവനെ അഭിഷേകം ചെയ്യേണ്ടത് നീയാണ്. ഈ വാക്കുകൾ, ഈ പറയുന്ന ഓരോ വേർഡുകൾ നിങ്ങൾ കേൾക്കണം. ആമേൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പോ ഏലിയാവിനോട് ദൈവം പറയുകയാണ്. അപ്പോ തിരിച്ചറിയണം, ഒരു മനുഷ്യന്റെ മേൽ കിടക്കുന്ന ഒരു വിളി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നൽകിയതല്ല. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ ബീന സിസ്റ്ററിന്റെ മേൽ ഒരു വിളി ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ ഞാനല്ല കാരണക്കാരൻ, പകരം ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമാണ് ബീന സിസ്റ്ററെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം വിളിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ആമേൻ. ഏലിയാവിൽ കൂടെയാണ് എലീശായെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കണ്ടോ, ദൈവം ഒരു വിളി വിളിക്കുകയാണ്, എലീശായെ അടുത്ത പ്രവാചകനാക്കണം. പക്ഷെ അതിനു മുന്നമേ ഈ ഭാഗത്ത് കാണുന്നു, ദൈവം എലീശായെ വിളിക്കുന്നതിനു മുന്നമേ തന്നെ ദൈവം ഏലിയാവിൽ കൂടെ എലീശായെ വിളിക്കുകയാണ്. അതെ, അങ്ങനെ ഏലിയാവും തമ്മിൽ കണ്ടുമുട്ടുകയും ഏലിയാവ് എലീശായുടെ മേൽ പുതപ്പിടുകയും ചെയ്യുകയാണ്. ആമേൻ. ഇങ്ങനെ ആ സമയം മുതൽ എലീശ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഏലിയാവിനെ അനുഗമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിനെ അനുഗമിച്ചു. ദൈവത്തിന്റെ വിളി യഥാർത്ഥത്തിൽ എലീശായുടെ മേലുണ്ട്. അതൊരു ഡയറക്റ്റ് വിളിയാണ്. എന്നാൽ ദൈവം ആ വിളിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മറ്റൊരു വ്യക്തിയെ ഒരുക്കുകയാണ്. ആമേൻ. ആ വ്യക്തിയെ ഒരുക്കുമ്പോൾ ആ വ്യക്തിയെ ആര് ഫോളോ ചെയ്യുകയാണ്? എലീശ ഫോളോ ചെയ്യുകയാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ മനുഷ്യർക്ക് പോലും ഒരു വിളി ഇല്ലാത്തവരായിട്ടില്ല. അതൊരു മേജർ കോളിംഗ് ഉണ്ടാകാം, മൈനർ കോളിംഗ് ഉണ്ടാകാം. പക്ഷെ ഈ കോളിങ്ങിനകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി, ദൈവം അതിലേക്ക് നിങ്ങളെ റൂട്ട് ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിവൈൻ അതോറിറ്റിയെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവിക അതോറിറ്റിയെ ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. ഈ അതോറിറ്റിയിൽ കൂടെയാണ് എലീശ എങ്ങോട്ട് വരുന്നത്? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുന്നത്. ആമേൻ. അപ്പോ ദൈവം ഒരു അതോറിറ്റിയെ എലീശയുടെ മേൽ വെച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മേൽ ഒരു കോളിംഗ് ഉണ്ട്. ആ കോളിങ്ങിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അതോറിറ്റിയിൽ കൂടെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ അതോറിറ്റിയെ അനുഗമിക്കണം. ആമേൻ. അവിടെ നമ്മൾ അയ്യോ അതൊരു മനുഷ്യനല്ലേ, അതൊരു വ്യക്തിയല്ലേ എന്ന് പറഞ്ഞ് ചിലര് പറയുന്നൊരു കാര്യം, ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കൂ, ഞാൻ ദൈവത്തെ മാത്രമേ അനുഗമിക്കൂ, ഞാൻ ദൈവം പറയുന്നത് അല്ലാതെ ഒന്നും കേൾക്കത്തില്ല. കമോൺ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കുള്ളൂ, ദൈവത്തെ മാത്രമേ അനുഗമിക്കുള്ളൂ. ദയവായി ഞാനൊരു കാര്യം പറയാം, ദൈവം വെച്ചിരിക്കുന്ന, ദൈവം നിങ്ങളുടെ മേൽ ഒരു അതോറിറ്റിയെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതോറിറ്റിയുടെ കീഴെ നിങ്ങൾ മൂവ് ചെയ്യണം. ആ അതോറിറ്റിയോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഇനി ഒരു കാര്യം പറയാം, നിങ്ങളുടെ മേലുള്ള ദൈവിക അതോറിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒറ്റ കാര്യം, നിങ്ങളെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എഴുന്നേൽപ്പിക്കുന്നവരായിരിക്കും നിങ്ങളുടെ മുകളിലുള്ള ദൈവിക അതോറിറ്റി. ആമേൻ. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട്, ആമേൻ, ആത്മീക പിതാക്കന്മാർ, ആമേൻ, ഒരു ആത്മീക അതോറിറ്റിയാണ്, ആത്മീക ഗുരുക്കന്മാർ, അതൊരു ആത്മീക അതോറിറ്റിയാണ്. പക്ഷെ ഇതെല്ലാം പലയിടങ്ങളിലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ആത്മീക പിതാക്കന്മാരാണ്, കാണുന്നതെല്ലാം ആത്മീക ഗുരുക്കന്മാരാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ല ആത്മീക പിതാക്കന്മാരും ആത്മീക ഗുരുക്കന്മാരും. ഒരിക്കലും ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക, നമുക്കാർക്കും ഒരാത്മീക
ഗുരുക്കന്മാരെയോ ആത്മീക പിതാക്കന്മാരെയോ തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല. ഒന്ന് ആമേൻ പറയാമോ? നമുക്ക് പറ്റത്തില്ല. ആമേൻ. ഒരാത്മീക ഗുരുക്കന്മാരെയും ആത്മീക പിതാക്കന്മാരെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം അവരിൽ കൂടെ ദൈവം നമ്മളെ അവരിലേക്ക് തിരഞ്ഞെടുക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 2, ആത്മീക അതോറിറ്റീസ് എപ്പോഴും നിങ്ങളെ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ എഴുന്നേൽപ്പിക്കുന്നവരായിരിക്കും. ആമേൻ. ആ നിയമത്തിലേക്ക് നിങ്ങളെ റീറൂട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ നിയോഗത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നവരായിരിക്കത്തില്ല നിങ്ങളുടെ ആത്മീക അതോറിറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. നിങ്ങളുടെ മേൽ ഒരു വിളി കിടപ്പുണ്ടെങ്കിൽ ആ വിളിയിലേക്ക് എത്രത്തോളം നിങ്ങളെ അവിടെ ശാസന ഉണ്ടാകാം. ദയവായി ഞാൻ പറയാം, അവിടെ തലോടൽ മാത്രമല്ല, അവിടെ ശാസന ഉണ്ടാകാം, അവിടെ വഴക്കുണ്ടാകാം, അവിടെ വഴക്ക് പറഞ്ഞെന്നിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു പർപ്പസിലേക്ക് എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ ആമേൻ, അത് റിയൽ അതോറിറ്റിയാണ്. അല്ല പകരം മനഃപൂർവമായിട്ട് നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയാണെങ്കിൽ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മേലുള്ള യഥാർത്ഥമായ ദൈവത്തിന്റെ അതോറിറ്റി അല്ല. തിരിച്ചറിയുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതെന്തിനായി പറയുന്നേ? കാരണം ഇന്ന് പലരും പലയിടങ്ങളിലും ആമേൻ ആയിരിക്കുന്ന ഇതെന്റെ ആത്മീക പിതാവാണ്, ഇതെന്റെ ആത്മീക ഗുരുവാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അവരുടെ ആത്മീക പിതാക്കന്മാരോ അവരുടെ ആത്മീക ഗുരുക്കന്മാരല്ല. കാരണം ഇവരായി പോയി തെരഞ്ഞെടുത്തവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2, ആമേൻ, ഇവിടെ നിന്നെല്ലാം ഇവർ വേദന അനുഭവിച്ച് കയ്പ് അനുഭവിച്ചിട്ട് തിരികെ വന്നിട്ട് പറയുന്ന കാര്യം കണ്ടോ, എന്നെ അവരിങ്ങനെ ഉപയോഗിച്ചു, അവരിങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന 100 കൂട്ടം പരാതികളാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ആത്മീക അതോറിറ്റിയെ ആമേൻ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുമ്പോൾ നമ്മൾ വളരെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് സെൻസ് ചെയ്തു വേണം ആ ആത്മീക അതോറിറ്റിയുമായി കണക്റ്റ് ആകാൻ. നിങ്ങളുടെ ആത്മാവും അവരുടെ ആത്മാവും തമ്മിൽ യഥാർത്ഥമായി കണക്റ്റ് ആകാതെ അതെന്റെ ആത്മീക അതോറിറ്റി ആണെന്ന് പറഞ്ഞ് അതിനെ പിന്തുടരരുത്. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവിനെ അറിയാം. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞാട്ടെ. അപ്പോ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഈ ഏലീശായുടെ മേൽ ഒരു പുതപ്പ് വീണപ്പോൾ ഏലിയാവിനെ ഏലീശ ആ സമയം മുതൽ അനുഗമിക്കുകയാണ്. ആമേൻ. ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ആത്മീക അതോറിറ്റിയെ അനുഗമിക്കുകയാണ് എലീശ. എന്നാൽ എലീശ അനുഗമിക്കുമ്പോൾ വചനം കാണാൻ കഴിയുന്നു, അവിടെയൊന്നും എലീശ പ്രവചിച്ചതായിട്ട് കാണാൻ കഴിയത്തില്ല, അത്ഭുതങ്ങൾ നടത്തിയതായിട്ട് കാണാൻ കഴിയത്തില്ല, പ്രത്യേകിച്ച് വല്ല വീര്യപ്രവൃത്തി ചെയ്തോ എന്ന് കാണാൻ കഴിയത്തില്ല. നിങ്ങൾ അവിടെ എല്ലാം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഇതൊന്നും കണ്ടു കാണത്തില്ല. അവിടെ എല്ലാം എലീശ ചെയ്ത ഒരു കാര്യം, താൻ അനുഗമിച്ച ആ ആത്മീക അതോറിറ്റി ആകുന്ന ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അടുത്ത കാലഘട്ടത്തിന്റെ പ്രവാചകനാ. വണ്ടർഫുൾ. അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒന്ന് പ്രവചിച്ചേ. യെസ്, പ്രവചിക്കാം. നിങ്ങൾ ഭയങ്കര അടുത്ത കാലഘട്ടത്തിന്റെ പ്രവാചകനാകും, അടുത്ത പാസ്റ്ററാകും, അടുത്ത റേഞ്ചിൽ നിങ്ങൾ കയറും. വണ്ടർഫുൾ. ഈ പ്രവചനം നല്ലതാ. പക്ഷെ ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ പുറകെ ചില പ്രോസസ്സിംഗ് ഉണ്ട്. അത് റൈറ്റ് ആയിട്ട് നമ്മൾ പോകണം, അതിനെ നമ്മൾ റൈറ്റ് ആയിട്ട് പിന്തുടരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ആമേ. പലരും പറയുന്ന കാര്യം, പാസ്റ്റർ ഇത്രയും പ്രവചനം എന്റെ മേൽ കിടപ്പുണ്ട്, ഇത്രയും ദൂതന്റെ മേൽ കിടപ്പുണ്ട്, ഇത്രയും നിയോഗം, കാണുന്നവരും പോകുന്നവരും വരുന്നവരും എല്ലാം എന്നോട് ഈ പ്രവചിക്കും, എന്നിട്ട് പ്രവചനവും കേൾക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദയവായി ഞാൻ പറയാം, ഒരു പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ പുറകെ ചില പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ കൂടെ പോകാതെ ആ പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ കാണാൻ കഴിയുന്നത്
ഏലീശ ഒന്നാമതായി ഏലിയാവിനെ അനുഗമിച്ചു. രണ്ടാമതായി ഏലീശ ഏലിയാവിനെ അനുഗമിക്കുക മാത്രമല്ല, ഏലിയാവിന് കീഴ്പ്പെട്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയെ എന്ത് ചെയ്യുന്നു? അത് മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് വ്യക്തികളല്ലേ, അത് ഇന്നയാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ പിറുപിറുക്കാനോ സംസാരിക്കാനോ പോയില്ല. പകരം അതിനെ അനുസരിക്കാനും കീഴ്പ്പെടാനും തയ്യാറാവുകയാണ്. ഏമേൻ. തന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, ആമേൻ, ഒരു ശിഷ്യൻ ആമേൻ തന്റെ ഗുരുവിന് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? പിന്നെ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഒന്ന് റീകണക്ട് ചെയ്തോട്ടെ, റീജോയിൻ. ഉടമന ഹന്തുര റീഭമാശ വന വരിഗമന ഉടമന ഹന്തുര റീഭമാശ വര വല ബബ 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 റീബാരമനാശിഗമന ഉടമന ഹന്തുര ഗമന റീഭമാശ വന. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശിവന ഉടമന ഹന്തുര റീഭമാ റബര ബല വരിഗമന ഉടമന ഹന്തുര റീഭമാ ശബര ബല വരിഗമന ഉടമന ഹന്തുര റീഭമാ ശബര ബല ബബ 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 റിവര. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഒന്നാമതായിട്ട് ഏലീശയുടെ മേൽ ഒരു പുതപ്പ് വീണപ്പോൾ, ഒരു നിയോഗം വീണപ്പോൾ, ദൈവത്തിന്റെ ഒരു കോളിംഗ് ഏലിയാവിൽ കൂടെ ഏലീശയുടെ മേൽ വീണപ്പോൾ, ഏലീശ ഏലിയാവിനെ അനുഗമിച്ചു. ആമേൻ. ഞാൻ ദൈവത്തെ മാത്രമേ അനുഗമിക്കുകയുള്ളൂ, ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. ദയവായി ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അതോറിറ്റിയെ നമ്മൾ അനുഗമിക്കണം. ഹല്ലേലൂയ. 2, ആമേൻ, ആ അതോറിറ്റിക്ക് കീഴടങ്ങുകയാണ്. ഏലീശ ആ അതോറിറ്റിക്ക് കീഴടങ്ങി ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ അടുത്ത ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ, ആമേൻ, ഇവിടെ വെച്ചാണ് ഏലിയാവിനെ ആമേൻ ആ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന സമയമാവുകയാണ്. എന്നാൽ ആ സമയങ്ങളിൽ 2 രാജാക്കന്മാർ ആ ഭാഗമാണ് നമ്മൾ വായിച്ച 2-ാം അധ്യായം 1 മുതൽ കാണാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഏലീശായും ഏലിയാവും കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുകയാണ്. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഈ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് നേരെ ചെന്നത് ബഥേലിലേക്കാണ്. ബഥേലിൽ ചെല്ലുമ്പോഴത്തേക്കും ഏലിയാവ് എലീശായോട് പറയുന്നുണ്ട്, മോനെ, നീ ഇവിടെ താമസിക്കാം. എലീശായെ, നീ ഇവിടെ താമസിക്കാം. എന്നെ ദൈവം ഇവിടെ നിന്ന് യെരിഹോവിലേക്ക് അയച്ചിരിക്കുകയാണ്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. ആ സമയം തന്നെ ഏലിയാവിന്റെ അടുക്കൽ ഏലിയാവിന്റെ ശിഷ്യന്മാര് വരികയാണ്. ശിഷ്യന്മാര് വന്നിട്ട് ഏലീശായോട് പറയുകയാണ്, ഏലീശായെ, ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ കാര്യം പറയുമ്പോൾ എലീശ പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ എലീശയ്ക്ക് എതിരെ എലീശയുടെ മൈൻഡിനെ തിരിക്കാൻ, എലീശയുടെ ചിന്തകളെ തിരിക്കുവാൻ, എലീശയുടെ ആ അനുഗമിക്കലിനെ ഒന്ന് തെറ്റിക്കുവാൻ വേണ്ടി ഏലിയാവിന്റെ മറ്റ് ശിഷ്യന്മാർ വന്നിട്ട് എന്ത് പറയുക? ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയാണ്. നോക്കിയേ, അവിടെ ഗിൽഗാലിൽ ഏലിയാവിനെ അനുഗമിച്ച ശിഷ്യന്മാരുണ്ട്. ആമേൻ. ഗിൽഗാലിൽ നിന്ന് ബഥേലിൽ ചെല്ലുമ്പോൾ ബഥേലിലും ഏലിയാവിന്റെ ശിഷ്യന്മാരുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ശിഷ്യന്മാരുണ്ടെങ്കിലും അതിനകത്തൊരൊറ്റ ശിഷ്യൻ മാത്രമാണ് ഏലിയാവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി അനുഗമിക്കുന്നത് അത് എലീശ മാത്രമാണ്. ബാക്കി എല്ലാവരും അവരവരെ ആയിരിക്കുന്ന പ്ലേസിനകത്ത് തന്നെ നിൽക്കുക. ആമേൻ. എന്നാൽ അവിടെ നിന്ന് എലീശ ഏലിയാവിനോട് പറയും, ഏലിയാവേ, ദൈവത്താണ്, ഞാൻ നിന്നെ വിടത്തില്ല. ആമേൻ. അവിടെ നിന്ന് വീണ്ടും ഏലിയാവും എലീശായും കൂടെ ബഥേലിൽ നിന്ന് യെരിഹോവിലോട്ട് പോവുകയാണ്.
യെരിഹോവിൽ പോകുമ്പോഴും ഇതേ കാര്യം തന്നെ സംഭവിക്കുക. അവിടെ വെച്ച് യെരിഹോവിൽ വെച്ച് ഏലിയാവ് എലീശയോട് പറയുന്നു, എന്നെ ദൈവം യോർദാൻ അക്കരെ അയക്കുന്നു. ആമേൻ. അപ്പോഴും എലീശ പറയുന്നു, ദൈവത്താണ്, ഞാൻ നിന്നെ വിടത്തില്ല, നിന്നെ ഞാൻ വിടത്തില്ല. എന്താ അതിന്റെ അർത്ഥം? എലീശായ്ക്ക് അറിയാം ഇന്ന് ദൈവം ആമേൻ ഏലിയാവിനെ എടുക്കും. പക്ഷെ ഏലിയാവിനെ എടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും മറ്റ് ശിഷ്യന്മാരെല്ലാം അവരവരുടെ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ എലീശ എന്ത് ചെയ്യുക? ഏലിയാവിനെ വിട്ടുമാറാതെ പറ്റിച്ചേർന്ന് നടക്കുക. പറ്റിച്ചേർന്ന് കണ്ടോ, പറ്റിച്ചേർന്ന് നടക്കണം. മൂന്നാമത്തെ ഏരിയാണ് ഈ മനുഷ്യൻ ആമേൻ ഏലിയാവിനോടുകൂടെ പറ്റിച്ചേരുക. ഞാൻ ഇത് പറയുന്നത് ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ്, വലിയൊരു ഏരിയയിലേക്ക് പോകാനാണ്. പക്ഷെ ഇതിന്റെ മുന്നമേ ഈ ഒരു സന്ദർഭം അറിയണം. ആമേൻ. നമ്മളെപ്പോഴും പുതപ്പ് വീഴുന്നതിനെ കുറിച്ച് പറയും. എന്റെ മേൽ ഇരട്ടി പങ്ക് വരണം, ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം, അസാധാരണമായ ശുശ്രൂഷ വേണം, അങ്ങനെ വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാ. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ എത്തിപ്പെടേണ്ട ചില പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നാം ഈ പ്രോസസ്സിൽ കൂടെ പോകണം. ഏലീശ അനുഗമിച്ചതുപോലെ, ഏലീശ കീഴ്പ്പെട്ടതുപോലെ, ഏലീശ പറ്റിച്ചേർന്ന് നടന്നതുപോലെ, മറ്റാരും വിട്ടിട്ടും ഏലീശ പറ്റിച്ചേർന്ന് നടന്നതുപോലെ നമ്മളും പറ്റിച്ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ യോർദാന്റെ അക്കരെ വരികയാണ്. യോർദാന്റെ അക്കരെ വരുമ്പോഴാണ് ഏലിയാവും എലീശായും നിൽക്കുന്ന സമയത്ത് ഏലിയാവിന് ആത്മാവിൽ മനസ്സിലായി, ഇപ്പോൾ തന്നെ എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകുക. ആ ഒരു ടൈമിൽ വേഗത്തിൽ ഏലിയാവ് എലീശായോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊല്ലപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. ഏലിയാവ് ഇങ്ങനൊരു ചോദ്യം എലീശായോട് ചോദിക്കുമെന്ന് എലീശായ്ക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചു അല്ല എലീശ ഏലിയാവിനെ പിന്തുടരുന്നത്. ഹല്ലേലൂയ. എലീശ ഏലിയാവിനെ പിന്തുടരുന്നത് ഈ ചോദ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടൊന്നും അല്ല പോകുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം വന്നപ്പോഴും തൻ്റെ അകത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയാനുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കാലങ്ങൾ കൊണ്ട് താൻ ആഗ്രഹിച്ച ഒരു കാര്യം ഏലിയാവിനോട് പറയുക, ഏലിയാവേ, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമേൻ പറയാമോ? ഹല്ലേലൂയ. ഒന്നാമേൻ പറയാമോ? ഏലീശായോട് ഏലിയാവ് ഇത് ചോദിക്കുന്ന സമയത്ത് ഏലീശ ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യം, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ മീനിങ്? ഏലീശ ചോദിച്ചത്, ഏലിയാവെ, നിന്റെ പ്രവചന ശുശ്രൂഷ എനിക്ക് തരണമെന്നല്ല, നിന്റെ മേലുള്ള ഒരു പ്രത്യേകമായ ഇതുവരെ അങ്ങ് അത്ഭുതം ചെയ്ത അതുപോലത്തെ അത്ഭുത സിദ്ധി എനിക്ക് വേണമെന്നല്ല, ആമേൻ, മിനിസ്ട്രിയുടെ എന്തെങ്കിലും അടുത്ത ഘട്ടത്തെ എന്നിന്മേൽ തുറന്നു തരണമെന്നല്ല പറഞ്ഞത്. പകരം താൻ ചോദിച്ച ചോദ്യത്തിന് താൻ മറുപടി പറഞ്ഞത് ഇതാണ്, എനിക്ക് നിന്റെ ആത്മാവ്. ഒന്ന് പറഞ്ഞേ, നിന്റെ ആത്മാവ്. ഒന്ന് വാ തുറന്ന് പറയാമോ? നിന്റെ ആത്മാവ്. നിന്റെ ആത്മാവ്. എന്താ ഏലിയാവിന്റെ ആത്മാവിന്റെ പ്രത്യേകത? ഏലിയാവിന്റെ ആത്മാവിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ആത്മാവിനാൽ സമ്പന്നമായ ഒന്നാണ്. ദൈവത്തിന്റെ ആത്മാവിൽ സമ്പന്നമായ ഒരാത്മാവാണ് ഏലിയാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ആമേൻ. ഏലീശ ചോദിച്ച ചോദ്യം, ഏലീശ പറഞ്ഞ മറുപടി, എനിക്ക് വേണ്ടത് നിന്നിലുള്ള ഒരു ശുശ്രൂഷയുടെ പകർച്ചയല്ല, നിന്നിലുള്ള ഒരു കൃപാവരത്തിന്റെ പകർച്ചയല്ല, ഈ നിന്നിലുള്ള എന്തെങ്കിലും പ്രത്യേകമായ അത്ഭുത സിദ്ധിയല്ല എനിക്ക് വേണ്ടത്. പകരം ദൈവത്തിന്റെ ആത്മാവിനാൽ സമ്പന്നമായിരിക്കുന്ന നിന്റെ വ്യക്തിത്വം എനിക്ക് വേണം. നിന്റെ വ്യക്തിത്വം വേണം. നിന്റെ ക്യാരക്ടർ എനിക്ക് വേണം. നിന്റെ മൈൻഡ് സെറ്റ് എനിക്ക് വേണം. നിന്റെ ചിന്തകൾ എനിക്ക് വേണം. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്?
ഹല്ലേലൂയ. ആമേൻ. നിന്നിലുള്ള എന്തെങ്കിലും പ്രവൃത്തികളോ നിന്നിലുള്ള എന്തെങ്കിലും ശുശ്രൂഷകളല്ല എനിക്ക് ആവശ്യം. പകരം അതിനപ്പുറം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ സമ്പന്നമായിരിക്കുന്ന നിന്റെ ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക്. ഒന്നും കൂടെ പറയാം, നിന്റെ വ്യക്തിത്വം തന്നെ എനിക്ക് വേണം. ഇന്ന് എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട്? ഏലീശായുടെ മറുപടി ഇതായിരുന്നു, എനിക്ക് വേണ്ടത് നിന്റെ വ്യക്തിത്വമാ. എന്തിനാ നിന്റെ വ്യക്തിത്വം? എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എന്റെ മേൽ ദൈവത്തിന്റെ ഒരു കോളിംഗ് കിടപ്പുണ്ട്, അത് സത്യമാ. എന്റെ മേൽ ഒരു പ്രത്യേകമായ ഒരു വിളി കിടപ്പുണ്ട്, സത്യമാ. പക്ഷേ നീ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഈ യോർദാൻ വിട്ട് ആമേൻ തിരികെ യെരിഹോവിലോട്ട് പോകുമ്പോൾ ആമേൻ എനിക്ക് അവിടെ വെളിപ്പെടുത്തേണ്ടത് എന്നെ അല്ല, പകരം നിന്നെ എനിക്ക് വെളിപ്പെടുത്തണം. ആമേൻ. ഇതുവരെ ഞാൻ പിന്തുടർന്നത്, ഇതുവരെ ഞാൻ നിന്നിൽ കീഴ്പ്പെട്ടത്, ഇതുവരെ ഞാൻ നിന്നെ അനുഗമിക്കുകയും പറ്റിച്ചേർന്ന് നടന്നത് ഒറ്റ കാര്യത്തിനാണ്, നിന്റെ വ്യക്തിത്വം എന്റെ മേൽ വരികയും എന്നിൽ കൂടെ ലോകം ഏലിയാവിനെ കാണണം. റബാ ശഖലമ റഹസിയാന്തൽ കമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? ആത്മാവിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഏലീശായ്ക്ക് വേണ്ടത് ഏലീശായെ വെളിപ്പെടുത്തുന്ന അടുത്ത ശുശ്രൂഷയല്ല, പകരം തനിക്ക് വെളിപ്പെടേണ്ടത് ഏലീശായിൽ കൂടെ ഏലിയാവ് വെളിപ്പെടണം. ഇന്ന് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിനെ പിൻപറ്റുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിൽ നമ്മൾ സഞ്ചരിക്കുന്നത് എന്തിനാ? ആമേൻ. ആമേൻ, കർത്താവിനെ വെളിപ്പെടുത്താനാണോ അതോ നമ്മെ വെളിപ്പെടുത്താനാണോ? കമോൺ, കമോൺ, കമോൺ. ഇന്ന് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാ, പരിശുദ്ധാത്മാവ് അത് ചോദ്യം വെക്കുകയാ. ഹല്ലേലൂയ. എന്തിനാ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്? ആമേൻ, കർത്താവ് ചെയ്ത ഒരു മിനിസ്ട്രി ചെയ്യാനാണോ? ആമേൻ, അപ്പോസ്തലന്മാർ ചെയ്ത ഒരു ശുശ്രൂഷ ചെയ്യാനാണോ? അതിനപ്പുറം ഏലീശായെ പോലെ ആമേൻ എനിക്ക് എന്നെ വെളിപ്പെടുത്തുകയല്ല, പകരം എന്നിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ. റബ ശമന ദീപാന റഗദന. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ലമര ഹസപ്രഭാല ഘടകജനം, വൈഡമാനക ക്ഷമന ഘടകജനം, റിബാനക സിയാം പ്രബൽ ഘടകജനം. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണം, എനിക്ക് യേശു കർത്താവിന്റെ ആത്മാവ് വേണം. എന്തിനു വേണ്ടിയാ? അത് എന്നെ വെളിപ്പെടുത്താനല്ല, പകരം എന്നിൽ കൂടെ ക്രിസ്തു മാനിഫെസ്റ്റ് ആകാൻ. ഞാൻ അനുഗമിക്കുന്ന, ഞാൻ പിന്തുടരുന്ന, ഞാൻ പറ്റിച്ചേർന്ന് നടക്കുന്ന ആ യേശു കർത്താവിനെ എനിക്കൊന്ന് വെളിപ്പെടുത്തണം. റബ ശമന ഹർജന റിബന ഗസിയാം ദൽ കബന. ഹല്ലേലൂയ. ഈ സീസണിൽ നിങ്ങളിലേക്ക് ഒരു ചോദ്യം വരികയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ, കർത്താവെ എനിക്ക് നീ ചെയ്ത ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുന്നതിനപ്പുറം ആമേൻ യേശു കർത്താവെ എന്നിൽ കൂടെ നീ വെളിപ്പെടേണ്ടതിന് നിന്റെ ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക് എന്റെ മേലൊന്ന് പകരണം. റീബാല ഹംദല ലിബറ ഹസപ്രഭാന ലിബ്രബന ഘടക ജുരിബിരിബിരി അംദൽ കമന. ലോകം എന്നെ അല്ല ഈ സീസണിൽ കാണേണ്ടത്, ജോഷുവായെ അല്ല കാണേണ്ടത്, വീന സിസ്റ്ററെ അല്ല കാണേണ്ടത്, അജയ് ബ്രദറിനെ അല്ല കാണേണ്ടത്, ബിജോയ് ബ്രദറിനെ അല്ല കാണേണ്ടത്. ഈ സീസണിൽ കാണേണ്ടത് ക്രിസ്തുവിനെ കാണണം. ഉറബ ശബല ഹർദുന ലമന ഹർദുനി കമന ഗസിയംദൽ കമന ഗദന റംദൽ കമന ഗദുരി ഗടക ജനം തിരിബിൽ കമാരവക്ഷബല ഗടഗദന. ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 8ാം ദിവസം അവൻ വെളിപ്പെടേണ്ട ഒന്ന്, എന്റെ മേൽ പകരുന്ന ഒരു ആത്മപകർച്ചയുണ്ടെങ്കിൽ ആ ആത്മപകർച്ച എനിക്ക് വേണ്ടത് എന്നെ വെളിപ്പെടുത്തുക എന്നതല്ല, എന്നിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ. ഇതിനകത്തിരിക്കുന്ന 71 ഡിവൈസിന്റെയും പ്രേരണതാകട്ടെ. അതാകട്ടെ. റിയാം ദൽക്കമന. ഈ സീസണിൽ ലോകം എന്നെ കാണുമ്പോൾ പറയണം, അത് ജോഷുവയല്ല, അത് ക്രിസ്തുവാണ്. ജോഷുവായുടെ സംസാരമല്ലല്ലോ ഇത് ക്രിസ്തുവിന്റെ സംസാരമാണല്ലോ. ഇത് ജോഷുവായുടെ സ്നേഹമല്ലല്ലോ, ഇത് ക്രിസ്തുവിന്റെ സ്നേഹമാണല്ലോ.
റിബാല റിബാന വൈഡമ റിബാന ഗല ശംതല വൈഡമന ഹസപ്രബല ഘടകതന ക്രിസ്തു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു മുറ. ഈ 8-ാമത്തെ അങ്ങനെ ഒരു ജനറേഷനെ പൊക്കിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു എലീഷ ജനറേഷൻ തന്നെ വെളിപ്പെടുകയല്ല, തന്നിൽ കൂടെ താൻ അനുഗമിച്ച ആ ഗുരുവിനെ വെളിപ്പെടുത്തുവാൻ, അനുഗമിച്ച ആത്മീക പിതാവിനെ വെളിപ്പെടുത്തുവാൻ, താൻ അനുഗമിച്ച ഏലിയാവിനെ വെളിപ്പെടുത്തുന്ന ശബാര ഹദാര റീബാബ യാൻഥോറോബോ ശിഖാബാബ റീബാന റിഗഥോറോബോലോ ശിഖാലവന ഘടകദന. പ്രാർത്ഥിച്ച് ലിറഗസെ പ്രബദന വൈഡമാന ഗർത്തന റിബതന ചുരബന അധര ചുരബന ഗുരിബിരിബിരി പ്രബന ദുരിബിരിബിരി പ്രബദന ഘടകജന. പ്രാർത്ഥിച്ചോ. ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന ദേശത്തിൽ എന്നെ വെളിപ്പെടുത്തുകയല്ല, ഈ സീസണിൽ ക്രിസ്തു വെളിപ്പെടണം. പത്രോസേ, കഴിഞ്ഞ സീസണിൽ നിന്നെ ലോകം കണ്ടു, നിന്റെ നിഴലിനെ ലോകം കണ്ടു. എന്നാൽ അടുത്ത സീസണിൽ നിന്നിൽ കൂടെ ക്രിസ്തു മാനിഫെസ്റ്റ് ആവുകയാണ്. പിന്നെ ലോകം കാണുന്നത് നീ ഇറങ്ങി വരുന്നതല്ല, നിന്റെ നിഴലിനെ അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, പകരം ക്രിസ്തുവിന്റെ നിഴലിനെ. നമ്മിൽ കൂടെ ക്രിസ്തുവിനെ ലോകം കാണട്ടെ, നമ്മിൽ കൂടെ ക്രിസ്തുവിനെ ലോകം കാണട്ടെ. ഓ റഗദലഘടകതന ഹംദൽക്കമന. ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് എന്റെ മേലൊരു പകർച്ച ഇടുന്നുണ്ടെങ്കിൽ കർത്താവെ, അത് എന്റെ ആത്മാവിലേക്ക് അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ആ പകർച്ച എനിക്കൊരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു പ്രവചനം പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമല്ല, പകരം അതിനപ്പുറം ക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ സഞ്ചരിച്ചോ, ആ ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ ലോകം അനുഭവിച്ചോ, അതുപോലെ എന്നിൽ കൂടെ ക്രിസ്തുവിന്റെ സ്നേഹം ഒഴുകുവാൻ, എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുവാൻ. റബ ശബ ലദ രദ രദ ഹസപ്രബാല ലഗദലഘടകദന അംദൽ കമന ഘടകദന ദലഘടകദന. അപ്പ ഞാൻ ലോകത്തെ സ്നേഹിച്ചാൽ ആ സ്നേഹം ഒരു പരിമിതമാണ്. ആമേൻ, അതൊരു പരിമിതമായ സ്നേഹമാണ്. പക്ഷെ ക്രിസ്തു എന്നിൽ കൂടെ മാനിഫെസ്റ്റ് ആയാൽ ഒരു അഗാപ്പെ വെളിപ്പെടും. കമോൺ. റഗദനക സിയംദല. ആരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്? ഞാനോ കുറയണം, നീയോ വളരണം. ഞാനോ കുറയണം, നീയോ വളരണം. ഈ 8-ാമത്തെ രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ, ഇന്നുവരെ എനിക്ക് വേണ്ടി കർത്താവ് പലതും ചെയ്തു, പക്ഷെ ഇന്ന് എന്നിൽ കൂടെ ലോകത്തിലേക്ക് ക്രിസ്തു മാനിഫെസ്റ്റ് ആകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ റാബ ഷാബാന ഹർതുന ലഗദലഘടകദന അറാംധോ റോഖോ മൊസിഖ മയാൻ ചേരബെ അൽ മൊറോഹിഫിനിയ പ്രബോചിലിയന്നലബ എൽ ഷാല ഹർതുനി ലഗദേന ഘടകജന അർധുന ലഘടകജനം തിരിബിരിയാം പ്രബദന അറാംധോ റോഖോ ശേഖേരിയാം ദൽക്കമന അറാംധേരമന ഘടകജന. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. റഗദല ഘടക ധുരിബിരിയാം പ്രബദന. യെസ്, അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഓ റബബബബബ ശബനക ദുരിബിരിയ പ്രബദല അതരം ജുരഗദല ഘടകദല റംധേരിയാം പ്രബദല ഘടകദല. അങ്ങനെ ഒരു എൻകൗണ്ടർ ഈ രാത്രിയിൽ, അങ്ങനെ ഒരു എൻകൗണ്ടർ വേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു എൻകൗണ്ടർ നമുക്ക് വേണ്ട. ആമേൻ. ലോകം എന്നെ കാണുമ്പോൾ യേശുവിനെ കാണണം. റംധേരിയാം കമന. ഞാൻ പോയി നിൽക്കുമ്പോൾ തന്നെ അവിടെ ക്രിസ്തുവിന്റെ
പ്രസൻസ് വെളിപ്പെടണം. ഓ ഹോ, അസാധാരണമായ സാന്നിധ്യം വെളിപ്പെടുകയാണല്ലോ, അസാധാരണമായ ദൈവശക്തി വെളിപ്പെടുകയാണല്ലോ. ഊറാബ ശംദര ലമനക ദുരിബിരിയാം പ്രബദല ഘടകധന അറബദല ഘടകധന. എന്തുകൊണ്ടാ പത്രോസെ നിന്റെ നിഴല് തട്ടിയപ്പോ രോഗികൾ സൗഖ്യമായത്? ഒറ്റ കാര്യം, മർക്കോസിന്റെ ബാലിക മുറിയിൽ യേശുവിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് നിന്റെ നിഴലല്ല, അത് ക്രിസ്തുവിന്റെ നിഴലാണ്. അത് നിന്റെ ശരീരമല്ല, അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഓഹോ ഹോ, ഹറാബ ഹറാബ ശംദല വൈഡബർത്തനരകാചനം ഉടമാനക തിരിബിരിബിരിയാം പ്രബൽത്താന വരഘടകചരം ചുരബലഘടക തിരിബിരിബിരി അംപ്രബൽ കമനഗജന അന്തേ ലബേരി അന്തല. മറ്റൊന്നും പ്രാർത്ഥിക്കാനില്ലെങ്കിലും ഇന്ന് അത് പ്രാർത്ഥിക്കുക. സഭ അതിനു വേണ്ടി ഒരുക്കപ്പെടട്ടെ, ജനം അതിനു വേണ്ടി ഒരുക്കപ്പെടട്ടെ. ഓ റിയന്തൽ കമന. എന്തിനു വേണ്ടിയാ ക്രിസ്തു നമ്മെ വിളിച്ചത്? എന്തിനു വേണ്ടിയാ ക്രിസ്തു നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്? എന്തിനാ ക്രിസ്തു നമ്മെ വിളിച്ചത്? എന്തിനാ നമ്മെ നീതീകരിച്ചത്? എന്തിനാ നമ്മെ തേജസ്കരിക്കുന്ന? ഒറ്റ ഒരു കാര്യം, യേശുവിനെ പോലെയാകുവാൻ, യേശുവിനോട് അനുരൂപപ്പെടുവാൻ. ഇന്ന് പ്രാർത്ഥിര. ഓ യെസ്. ഇന്ന് കർത്താവിന്റെ ആത്മാവിന്റെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിര. യേശു കർത്താവിന്റെ ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിര. നമ്മൾ ആ മേഖലയിൽ ആത്മപൂർണരാകട്ടെ. ഓ അടുത്തൊരു ഇമ്പാർട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ, കർത്താവേ എന്റെ ലൈഫിനകത്ത് അനവധി ഇമ്പാർട്ടേഷൻ വന്നു, അത് ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അനവധി ഇമ്പാർട്ടേഷൻ വന്നു, ഞാൻ അനേകം രോഗികളെ സൗഖ്യമാക്കി. അനവധി ഇമ്പാർട്ടേഷൻ വന്നു, ഞാൻ അന്യഭാഷ പറഞ്ഞു. ഞാൻ അനവധി ഇമ്പാർട്ടേഷൻ വന്നു, ഞാൻ അനവധി പ്രൊഫസി ചെയ്തു. ഞാൻ അനവധി ഇമ്പാർട്ടേഷൻ പ്രാപിച്ചു, അനവധി പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. എന്നാൽ ഇനി എനിക്കൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഇമ്പാർട്ടേഷൻ എന്നിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. ഓ റാഖാബാറ ഹസപ്രഭന ഘടകജന വൈഡരാധര ഘടക ജുരിബിരിബിരിയാം പ്രബദല ഘടകധന ശബലഘടകധന. ചിലരെ തൊടുക ചിലരുടെ ആത്മാവിലേക്ക് അടുത്തൊരു പകർച്ച, അടുത്തൊരു ഇമ്പാർട്ടേഷൻ. ഓഹോ ലിബറബന ഹസപ്രബല ഘടകധന. ചിലരുടെ കണ്ണുകൾ ഇപ്പോൾ തുറക്കുകയാണ്. അന്തരാൽ അബർത്തുരിബിരിയാം പ്രബദന. ഏലീശായെ, നീ ചിലത് ആത്മതലങ്ങളിലുള്ളത് നീ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മേൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കുവരും. ആമേൻ. എന്നെ കർത്താവ് സ്വർഗം ആമേൻ എടുത്തുകൊള്ളുന്നത് നീ കാണുന്നുവെങ്കിൽ, ആമേൻ, നിന്നിൽ നിന്ന് എന്നെ എടുത്തുകൊള്ളുന്നത് നീ കാണുന്നുവെങ്കിൽ, ഞാൻ അസെൻഷൻ ചെയ്യുന്നത് നീ കാണുന്നുവെങ്കിൽ, ഉറപ്പായിട്ടും എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ വന്നിരിക്കും. ആമേൻ. ഇന്ന് ചില ആത്മ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ആത്മകാതുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ആത്മീക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ, കാണുവാനും കേൾക്കുവാനും സെൻസ് ചെയ്യുവാനും. കമോൺ. ഇതുവരെ നീ കണ്ടത് ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങളായിരിക്കാം. ഇതുവരെ നീ കണ്ടത് ഏലിയാവ് ചെയ്ത പല അത്ഭുത പ്രവൃത്തികളാകാം. പല ദൈവീക വിടുതലുകൾ നീ ഭൂമിയിൽ നടത്തുന്നത് നീ കണ്ടു, ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ കണ്ടു. പക്ഷെ അടുത്ത സീസൺ ഏലീശായെ നിന്റെ കണ്ണു തുറക്കപ്പെടുക. അത് ഇവിടെ പ്രവർത്തിച്ചതിന്റെ പുറകിലുള്ള ആത്മമണ്ഡലത്തെ നീ കാണാൻ പോകുന്നത്. ആമേൻ. ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അതിന്റെ പുറകെ നിൽക്കുന്ന ആത്മമണ്ഡലത്തെ ചിലരുടെ കണ്ണുകൾ തുറക്കുകയാണ്, ഈ രാത്രി തുറക്കുകയാണ്. യെസ്, കമോൺ. ആത്മതലങ്ങളെ കാണുന്ന, ആത്മതലങ്ങളെ കേൾക്കുന്ന, ആത്മതലങ്ങളെ സെൻസ് ചെയ്യുന്ന ഏലീശമാർ എഴുന്നേൽക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ. ആത്മമണ്ഡലത്തെ കാണാതെ, ആത്മതലവുമായി ഒരു കണക്ഷൻ ഇല്ലാതെ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ഇന്നത്തെ രാത്രിയിൽ ആത്മതലവുമായി നീ കണക്ട് ആയാൽ, ഏലീശായോട് ഏലിയാവ് പറഞ്ഞതുപോലെ, ഇന്ന് നീ ആത്മതലവുമായി ഒന്ന് കണക്ട് ആയാൽ, ആത്മതലവുമായി നീ കേൾക്കാൻ തയ്യാർ
തലവുമായി നീ കാണാൻ തയ്യാറായാൽ, ആത്മതലവുമായി നീ സെൻസ് ചെയ്യാൻ തയ്യാറായാൽ, ഒരു കാര്യം ഞാൻ ആമേൻ, ആത്മാവിൽ ഒരു ദൂതിനെ കൈമാറാം. നിന്റെ മേൽ അടുത്തൊരു പകർച്ച വരും. കമോൺ, ആ പകർച്ച നിന്നിൽ കൂടെ ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യും. ആഹാ, ഹല്ലേലൂയ. റബ ശകല ഘടക ധിരിബിരിയ പ്രബദല ഘടകതന അപ്പോസ്തലന്മാർ സഞ്ചരിച്ചത്, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാർ സഞ്ചരിച്ചത് കേവലം അവരുടെ മേലുള്ള ഒരു പ്രസംഗ കുറിപ്പുകൾ കൊണ്ടല്ല, അവരുടെ മേലുള്ള ഒരു അത്ഭുത പ്രവർത്തികൾ കൊണ്ടല്ല, അവരുടെ മേലുള്ള ഒരു മിനിസ്ട്രി കൊണ്ടല്ല, പകരം അവരിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ട് അവർ സഞ്ചരിച്ചത്. അവരിൽ കൂടെ മാനിഫെസ്റ്റ് ആകുന്ന ക്രിസ്തുവിനെ കൊണ്ട്, യെസ്, ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ശുശ്രൂഷകർ എഴുന്നേറ്റ് വരട്ടെ. ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ജനം എഴുന്നേറ്റ് വരട്ടെ. ഓ ശബറബ ഹൽതുരാലബ ഹർതുരിബിരിയ പ്രവദന ഹഡബന 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 ചുരിബിരിയ പ്രവദന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അറാം ഷൊഖോലിയ നമത്വിബിരിയം കമന ഘടകദന റംദോരിയം പ്രബൽ ഘടകദന റഗദന ഗതുരിബിരിയ പ്രവദന അൽബാന ഗക്ഷമന ഘടകദന ഹർദുരി ഖമാനമർത്ഥനം. യെസ് 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 യെസ്, ഒന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് മറ്റൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഒരു പ്രസംഗ കുറിപ്പൊന്നും നിങ്ങൾ കേൾക്കാൻ ഇരിക്കേണ്ട. ഇന്നത്തെ ദിവസം ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറിന് വേണ്ടി, യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക് ലഭിക്കുന്ന ഒരു എൻകൗണ്ടറിന് വേണ്ടി. യെസ് യെസ്, ചിലരുടെ മേൽ അത് പകരപ്പെടുകയാ, ചിലരുടെ മേൽ അത് ഇറങ്ങുകയാ. യെസ് 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 യെസ്. ആഹാ, ആ ആത്മാവിന്റെ ഇരട്ടി പങ്കുവരുന്ന ഒരു എൻകൗണ്ടർ, അത് സ്വർഗ ആത്മമണ്ഡലവുമായ ഒരു എൻകൗണ്ടർ. ഓ, ആത്മമണ്ഡലവുമായ ഒരു എൻകൗണ്ടർ, അഗ്നിരഥങ്ങളും അഗ്നിശ്വസങ്ങളുമായും ഇന്ന് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയാ, അങ്ങനെ ഒരു എൻകൗണ്ടർ. ഓ റിഖബബബബ യാംതോറോഖോ ഷേഖേരിയംദലബ അറോഖിസിയംദല അംദോരി കമാനിയംദൽ കവന റംദോരിയം പ്രബദല ഘടകദന. ആത്മമണ്ഡലവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. റഗദല ഘടകദന റബ്ദേരിബിനിയം പ്രബദല ഘടകദന. ഏലിയാവിനെ ആത്മാവില് എടുത്തുകൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഓ ആത്മാവിൽ എടുക്കപ്പെടുന്ന കാഴ്ച, അസെൻഷൻ ചെയ്യുന്ന ഒരു കാഴ്ച. റഗദല ഘടകദന. ഈ കാഴ്ച നീ കണ്ടു കഴിഞ്ഞാൽ ഏലീശായെ, നിന്റെ മേൽ ആ പകർച്ച വരും. ഇന്ന് കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ഇതിനകത്ത് കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ഈ രാത്രിയിൽ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ ആമേൻ. വിഷനുകൾ തുറക്കപ്പെടട്ടെ, ദർശനങ്ങൾ തുറക്കപ്പെടട്ടെ, റഗദന ആത്മതലങ്ങൾ തുറക്കപ്പെടട്ടെ. യെസ്, ചിലരുടെ മേൽ അത് തുറന്നു വരിക. നിന്റെ കണ്ണുകൾ തുറക്കുകയാ. ഓഹോ റഗദല ഘടകദന പ്രാപിച്ചെടുത്തോ. അഗ്നിരഥങ്ങളുമായുള്ള എൻകൗണ്ടറുകൾ. യെസ് യെസ് യെസ്, സ്വർഗീയ എൻകൗണ്ടറുകൾ. റിയാന്തൽ കമന റഗദന. പുതപ്പ് വീഴണ്ടെന്നേ, നീ ഒന്ന് കണ്ടാ മതി, അത് പകരപ്പെടും. പുതപ്പൊന്നും വീഴണ്ടെന്നേ, നീ കണ്ടാ മതി, അത് വീഴിരിക്കും. കമോൺ, നീ കണ്ടാൽ മതി. ഏഞ്ചലിക് വിസിറ്റേഷൻ, ബിജോയ്, ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. ഏഞ്ചലിക് എൻകൗണ്ടറുകൾ. ഓ റീഖാമ സെക്രട്ടേറിയാന്തല. ഏഞ്ചലിക് എൻകൗണ്ടറുകൾ. ആഹാ, ഓ എൻകൗണ്ടറിന്റെ നേരം. റഗദന. ഇന്ത്യ കാണട്ടെ, ക്രിസ്തുവിനെ കാണട്ടെ. ഇതുവരെ പല ഡിനോമിനേഷനെ കണ്ടു, പല വ്യക്തികളെ കണ്ടു, പല പാസ്റ്റേഴ്സിനെ കണ്ടു, പല വ്യക്തികളെ കണ്ടു. അല്ല, ഇനി അതല്ല, നമ്മിൽ കൂടെ ക്രിസ്തുവിനെ കാണട്ടെ. ഓ ഷാര ഖബ രാധ നാമ സെഖേലേരിയാംധല വൈഡരക ദൂരമല ഘടക ദുരിബിരിബിരി യംപ്രബദല ഘടകദന
റബോ ദിബിരിയാം പ്രബദല ഘടകഥന അന്തൽ കമന ഘടകഥന ദലഘടകഥന. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന 72 പേരുടെ കണ്ണുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ഓ റഗദല ഘടകഥന ഹന്തൽ കമനഗഥന റൈബാസ് മിനിയന്തൽ കമന റന്തൽ കമന ഘടകഥന. യോർദാന്റെ അക്കരെ വെച്ച് ഏലീശായുടെ കണ്ണു തുറന്നു കണ്ടു. അടുത്ത സീസണിൽ ഏലീശ തന്റെ അടുക്കൽ നിൽക്കുന്ന പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറക്കുകയാണ്. ഇന്ന് തുറക്കപ്പെടട്ടെ, കണ്ണു തുറക്കപ്പെടട്ടെ. ആത്മതലവുമായി കാണുന്ന തലത്തിൽ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. റഗദലഗദന ഹശംദൽ കമനഗദന റബകാര ബനഗ സിയംദൽ കമനഗടഗജന. യേശുവിന്റെ നാമത്തിൽ ഫയർ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നോക്ക്. ഇതൊരു മനുഷ്യനല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു ദേവനാണെന്ന് മെലീത്തയിലേക്ക് ചെന്നിറങ്ങിയ ആമേൻ പൗലോസിനെ നോക്കിയിട്ട് പറയാ, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മനുഷ്യനല്ല. കമോൺ. ഈ സീസണിൽ നിന്നിൽ മേലൊരു അസാധാരണത്വം വെളിപ്പെടട്ടെ. സാധാരണ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നത് പോലെയല്ല, സാധാരണ ഒരു വ്യക്തി സഞ്ചരിക്കുന്നത് പോലെയല്ല. പകരം നിന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഒരു അസാധാരണ മനുഷ്യൻ പുറത്തു വരട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ മാൻ. ഓ യെസ്. കമോൺ. ലീബ്ര രഹദിയാന്തൽ കമന. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ തുറന്നു വരട്ടെ. കൊട്ടാരക്കരയ്ക്കകത്ത് അങ്ങനെ തുറക്കപ്പെടട്ടെ. പത്തനാപുരത്ത് അത് തുറക്കപ്പെടട്ടെ. അടൂരിനകത്ത് അത് തുറക്കപ്പെടട്ടെ. കേരളത്തിനകത്ത് തുറക്കപ്പെടട്ടെ. നോർത്ത് ഇന്ത്യയിൽ അത് തുറക്കപ്പെടട്ടെ. സൗത്ത് ഇന്ത്യയിൽ അത് തുറക്കപ്പെടട്ടെ. അന്തൽ കവനതല സെൻട്രൽ ഇന്ത്യയിൽ അത് തുറക്കപ്പെടട്ടെ. ഈസ്റ്റ് ഭാഗത്ത് അത് തുറക്കപ്പെടട്ടെ. വെസ്റ്റ് ഭാഗത്ത് അത് തുറക്കപ്പെടട്ടെ. അടുത്ത ഒരു ഉണർവ് നമ്മളെ വെളിപ്പെടുത്തുന്ന ഉണർവല്ല, പകരം നമ്മിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ഉണർവ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. അടുത്തൊരു ഉണർവ് ഇന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് അതൊരു വ്യക്തിയെ വെളിപ്പെടുത്തുന്നതല്ല, ഒരു ഡിനോമിനേഷനെ വെളിപ്പെടുത്തുന്നതല്ല, പകരം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഉണർവ്. ഈ ടൈമിനകത്ത്, കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു ഉണർവ് ജനിക്കട്ടെ. ഓ ഓ എലീശായുടെ വാക്കുകൾ, ഞാൻ അടുത്ത കാലഘട്ടത്തിന്റെ പ്രവാചകനാ, ശരിയാ, ആയിക്കോട്ടെ, എന്റെ മേൽ അങ്ങനെ ഒരു ദൗത്യം ഇരുന്നോട്ടെ, ശരിയാ. പക്ഷെ എനിക്ക് വെളിപ്പെടുത്തേണ്ടത് ഏലിയാവേ നിന്നെയാണ്. എനിക്ക് നിന്നെയാണ്. നിന്റെ ക്യാരക്ടറിനെ വെളിപ്പെടുത്തണം. ആരായിരുന്നു പ്രാർത്ഥിക്കുന്നത്? എനിക്ക് യേശുവിന്റെ ക്യാരക്ടറിനെ വെളിപ്പെടുത്തണം. എന്റെ ക്യാരക്ടർ അല്ല, യേശുവിന്റെ മനോഭാവത്തെ, യേശുവിനെ ആറ്റിറ്റ്യൂഡിനെ, യേശുവിന്റെ ചിന്തകളെ, യേശുവിന്റെ വാക്കുകളെ, യേശുവിന്റെ പ്രവൃത്തികളെ, യേശുവിന്റെ കാഴ്ചപ്പാടുകളെ. ഓ റമ ധന മന ധന മന ധന 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 റിബലബറ ഹദലബല ദലബല ധുരിബിരിബിരി അപ്രബദല ഘടകധന റിബ ലഗധുരിബിരിബിരി അപ്രബദല ഘടകധന അംശബേരിയം പ്രബദല ഘടകധന റിഗദല ഘടക ജിരിബിരിബിരി അപ്രബദല ഘടകധന. Oh Jesus. Oh യേശുവേ, ഹല്ലേലൂയ. റാഥോ റോകോ ബോസിയാം ദലബ. ഓ ആയിരിക്കുന്ന ഇടങ്ങളിൽ യേശുവേ എന്നൊന്ന് വിളിക്കാൻ കഴിയുമോ? ആയിരിക്കുന്ന ഇടങ്ങളിൽ യേശുവേ എന്നൊന്ന് പറയാമോ? റീഖാലാമ റീബത്തോറിയ പ്രബദന അന്തരാ ലഘടക ദുരിബിരിയം പ്രബദല ഘടകധന റബദന ഘടകധന ശമന ഘടകധന. ഞാൻ അടുത്തൊരു ആത്മാവിൽ ഒരു പ്രവചനദൂത് കൈമാറാ. അവൻ യേശുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കുകയാണെങ്കിൽ അടുത്തൊരു സീസണിൽ അവരെ തേടി ജനം വരും.
അവരാരുടെയും പുറകെ പോകണ്ട. അവരെ തേടി കഫർന്നഹൂമിൽ യേശുവിന്റെ വീട്ടിൽ ആമേൻ, അവൻ പാർത്തിരുന്ന വീട്ടിൽ ആമേൻ, ജനം തേടി വന്നെങ്കിൽ ആമേൻ, നീ പാർക്കുന്ന പ്ലേസിൽ നിന്നെ തേടി ആൾക്കാർ വരും. അന്തരാജനതലഘടകഥന. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു ആത്മനിയോഗത്തിൽ ഈ സൂം മീറ്റിങ്ങിനെ നോക്കി വർധനവിനെ കൽപ്പിക്കുകയാണ്. വർധനവിനെ കൽപ്പിക്കുകയാണ്. അവൻ ഇതിനകത്തുള്ള അഭിഷക്തന്മാരുടെ മിനിസ്ട്രിയെ നോക്കി വർധനവിനെ കൽപ്പിക്കുകയാണ്. അവൻ ഇതിനകത്തായിരിക്കുന്ന അവൻ ശുശ്രൂഷകരെ നോക്കി വർധനവിനെ കൽപ്പിക്കുകയാണ്. ഓ ശാലബറഹസപ്രഭാലകർത്തന വൈഡതോ രഹസ്യം ദൽക്കമന അന്തർക്കമന ഘടകതന റഗതല ഘടകതന. ക്രിസ്തുവിനെ അന്തരാലഘടകജനം ദിരിബിരിയാം പ്രഭ. ക്രിസ്തുവിനെ അനുഗമിച്ചത് പട്ടണങ്ങൾ പിന്തുടർന്നെങ്കിൽ, ക്രിസ്തുവിനെ പട്ടണങ്ങൾ പിന്തുടർന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം, നിന്നെയും പട്ടണങ്ങൾ പിന്തുടരും, നിന്നെയും രാജ്യങ്ങൾ പിന്തുടരും. ഇതിനകത്തിരിക്കുന്ന ചില ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളെ രാജ്യങ്ങൾ പിന്തുടരും. നിങ്ങൾ രാജ്യങ്ങളെ പിന്തുടരുന്നവരെല്ലാം നിങ്ങളെ രാജ്യങ്ങൾ പിന്തുടരും. ഓ ശാമാനഗദന ധനഘടകഥന ഹംദർ കമനഘടകഥന അറംധോറിയം പ്രബദലഘടകഥന. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ സിറ്റിയാകുന്ന ശമരിയ ആമേൻ ഫിലിപ്പോസിനെ പിന്തുടർന്നെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറ്റം ചെയ്യുകയെ ഈ ദൂതിനെ നിങ്ങളെ ചില ക്യാപിറ്റൽ സിറ്റികൾ പിന്തുടരും. യെസ്, നിങ്ങളെ ചില പ്രധാനപ്പെട്ട സിറ്റികൾ പിന്തുടരും. കാരണം നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. ഈ രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണം. പൗലോസിനെ പോലെ ഞാൻ മരിക്കണം. എന്നിൽ കൂടെ ക്രിസ്തു ജീവിക്കണം. എന്നിൽ കൂടെ ക്രിസ്തു ജീവിക്കണം. ഞാനല്ല വെളിപ്പെടേണ്ടത്. ഈ എൻ ടൈമിൽ ഞാനല്ല വെളിപ്പെടേണ്ടത്. എന്റെ മനോഭാവങ്ങളല്ല വെളിപ്പെടേണ്ടത്. ക്രിസ്തുവിന്റെ മനോഭാവം, ക്രിസ്തു തന്നെ വെളിപ്പെടണം. ഓ ഷാരാബാരാധന ഓ റിയാന്തൽ കമനതല ഘടകതല. അതിനെനിക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഒറ്റ കാര്യം, അത് സ്വർഗീയ എൻകൗണ്ടറിൽ കൂടെ ആത്മതലവുമായി കണക്റ്റ് ആകുന്നവർക്ക് ആമേൻ, ആത്മതലങ്ങളിൽ നിന്ന് ക്രിസ്തു യേശുവിന്റെ ആത്മാവിന്റെ പകർച്ചയിൽ കൂടെ മാത്രം. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ഒരു ഇരട്ടിപ്പങ്ക്. ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നെ കർത്താവ് ഇതിനപ്പുറം മൂവ് ചെയ്യിക്കുന്നില്ല. പക്ഷെ ഒറ്റ പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം. എനിക്ക് അങ്ങയുടെ ആത്മാവ് വേണ്ടത് ഒറ്റ കാര്യത്തിനാണ്. അത് എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണം. ഇനിയും ഞാനല്ല വെളിപ്പെടേണ്ടത്. എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണം. ഒന്നാരാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഏലീശ അനുഗമിച്ച ഏലിയാവിനെ വെളിപ്പെടുത്തുവാൻ ഏലീശ വളരെ സന്തോഷത്തോടെ ഏലിയാവിനോട് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ, യേശുവേ, എനിക്കിനി എന്നെ വെളിപ്പെടുത്തണ്ട. ഞാനായിരിക്കുന്ന പട്ടണത്തിൽ, ഞാനായിരിക്കുന്ന ദേശത്തിൽ, ഞാനായിരിക്കുന്ന സഭയിൽ, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന രാജ്യത്തിൽ എനിക്ക് എന്നെ വെളിപ്പെടുത്തണ്ട. പകരം എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തു മാനിഫെസ്റ്റ് ആകണം. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരികയാണ്. ഈ രാത്രിയിൽ, ഈ എട്ടാമത്തെ രാത്രിയിൽ, ഈ എട്ടാമത്തെ ദിവസത്തിൽ ഈ ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിച്ചത് ക്രിസ്തുവിനെ നമ്മിൽ കൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണം അപ്പ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിൽ മേൽ പകരണം. ഒറ്റ കാര്യത്തിനും ഞങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ
ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ആത്മാവ് സമ്പന്നമായി ഞങ്ങളിൽ കൂടെ ക്രിസ്തു വെളിപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജ്യം ഞങ്ങളെ അല്ല ക്രിസ്തുവിനെ കാണട്ടെ. പട്ടണങ്ങൾ ഞങ്ങളെ അല്ല ക്രിസ്തുവിനെ കാണട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം, അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക, ക്രിസ്തു നമ്മിൽ കൂടെ മാനിഫെസ്റ്റ് ചെയ്യുക. ആമേൻ. നമ്മിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുക. അതിനപ്പുറം മറ്റൊരു ആലോചനകളോ സന്ദേശങ്ങളോ എനിക്ക് പറയാനായിട്ടില്ല. ഒറ്റ കാര്യം, ക്രിസ്തു നമ്മിൽ കൂടെ മാനിഫെസ്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയ പ്രിയ കർത്താവിന്റെ അഭിഷക്തനോടും പ്രത്യേകമായ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.